ഇസ്രയേൽ എന്ന കൊളോണിയൽ സൃഷ്ടിയുടെ രൂപീകരണം മുതൽ ഇന്ത്യ അതിനെ സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. നെഹ്റു ഇസ്രയേലിനെ അംഗീകരിച്ചെങ്കിലും നയതന്ത്ര ബന്ധമുണ്ടാക്കാൻ മടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യ പലസ്തീൻ രാഷ്ട്രത്തിനും ചേരിചേരാ പ്രസ്ഥാനം പോലുള്ള ആശയങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി. ചരിത്രപരമായ ഈ നയവും ധാർമ്മിക തത്വാധിഷ്ഠിതമായ നിലപാടും ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയുടെ ഭാഗമായിരുന്നു. മറുവശത്ത് ജനസംഘർഷത്തിന്റെ കാലം മുതൽ തന്നെ ഇസ്രയേലുമായുള്ള ശക്തമായ ബന്ധം BJPയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നു. 1977 ജനതാ പാർട്ടി സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇസ്രയേലിലേക്ക് ഒരു രാഷ്ട്രീയ ചാനൽ തുറന്നു. ആദ്യകാല ബന്ധങ്ങൾ രഹസ്യമായിരുന്നെങ്കിലും അധികകാലം രഹസ്യം തുടർന്നില്ല. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ ഇസ്രയേലുമായി ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചു. എങ്കിലും ഇസ്രയേലുമായുള്ള ഇടപെടൽ ജാഗ്രതയോടെയും സന്തുലിതവുമായിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 2003 ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോണിനെ ഇന്ത്യയിൽ സ്വീകരിക്കുന്നതോടെയാണ് ഇതിന് പ്രത്യക്ഷത്തിലുള്ള ഇടിവുണ്ടാകുന്നത്. മോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഇസ്രയേലുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തി. ഫലസ്തീനൊപ്പം എന്ന രാജ്യത്തിന്റെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കുകയും ആദ്യമായി ഇസ്രയേൽ സന്ദർശിക്കുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ ഫലസ്തീൻ അനുകൂല നിലപാടിൽ വൈരുദ്ധ്യങ്ങൾ ശക്തമാകുന്നത് ഈ കാലം മുതലാണ്. ഇസ്രയേലുമായി പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നീ മേഖലകളിൽ സഹകരണം ഇന്ന് ശക്തമാണ്. ഗസയിലെ വംശഹത്യക്കുമിടയിലും ഇന്ത്യ ഇസ്രയേലുമായി തുടർച്ചയായി പല കരാറുകളും ഒപ്പിട്ടു. 2015-2019 കാലയളവിൽ ഇന്ത്യയിലേക്കുള്ള ഇസ്രയേലിന്റെ ആയുധ വിതരണം 175% വർദ്ധിച്ചതായി സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. മോദി വീണ്ടും ഇസ്രയേൽ സന്ദർശിക്കുമ്പോൾ അത് ഒരു സാധാരണ നയതന്ത്ര സന്ദർശനം മാത്രമല്ല, ഗൗരവമുള്ള രാഷ്ട്രീയ നൈതിക അർത്ഥവുമുണ്ട്. സമീപകാലങ്ങളിൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തത്ര അന്താരാഷ്ട്ര വിമർശനവും നയതന്ത്ര ഒറ്റപ്പെടലും ഇസ്രയേൽ നേരിടുന്നു. ഗസ വംശഹത്യയെ തുടർന്ന് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയിലെ നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിനെ നിശിതമായി വിമർശിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഇസ്രയേൽ പ്രണയം എന്നോർക്കണം. മറ്റു ചിലർ നയതന്ത്ര അകലം പാലിച്ചു. വംശഹത്യയുടെ തുടക്കം മുതൽ US, യൂറോപ്യൻ നേതാക്കൾ മാത്രമാണ് ടെൽ അവീവ് സന്ദർശിക്കാൻ തയ്യാറായത്. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം കുറവായിരുന്നു. ഈ സാഹചര്യത്തിൽ മോദിയുടെ ടെൽ അവീവ് സന്ദർശനം പതിവ് ഉഭയകക്ഷി നയതന്ത്രത്തിലുപരി ഒരു ഭൗമരാഷ്ട്രീയ സന്ദേശവുമായി വായിക്കപ്പെടുന്നു. ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം എന്ന നിലയിൽ സ്വയം അവതരിച്ചുകൊണ്ടിരിക്കെ അതേ ഗ്ലോബൽ സൗത്തിന്റെ വീക്ഷണങ്ങൾക്ക് വിരുദ്ധമായി നീങ്ങുന്ന സന്ദർശനം രാജ്യത്തിന്റെ നൈതിക നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഇസ്രയേലുമായുള്ള സർക്കാരിന്റെ ബന്ധത്തിന്റെ പിന്നിലെ രസതന്ത്രം നോക്കുമ്പോൾ ഇത് വെറും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമല്ല, ഒരു ആശയപരമായ ഏകോപനമാണ്. ഹിന്ദുത്വ ശക്തികളും സയനിസ്റ്റ് തന്ത്രങ്ങളും തമ്മിലുള്ള അദൃശ്യ കൂട്ടായ്മ ഇത് ശക്തിപ്പെടുത്തുന്ന മൗലിക ഘടകമാണ്. ഇതോടെ ഇന്ത്യയുടെ വിദേശ നയം വെറും രാഷ്ട്രീയ താല്പര്യത്തെക്കാൾ ആഴത്തിലുള്ള ആശയ രാഷ്ട്രീയ കൂട്ടായ്മയുടെ പ്രതിഫലനമാകുകയാണ് ചെയ്യുന്നത്. ഗസയിലെ വെടിനിർത്തലിനിടയിലും നടക്കുന്ന ആക്രമണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയെക്കുറിച്ച് ഇന്ത്യ തുറന്ന നിലപാട് എടുക്കാതിരിക്കുന്നത് ആശങ്കാജനകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ശബ്ദം നിഷ്പക്ഷവും നീതിയുക്തവുമായിരിക്കണം. നയതന്ത്രം വെറും താല്പര്യങ്ങളുടെ ഗണിതമല്ല, അത് മൂല്യങ്ങളുടെ പ്രഖ്യാപനവുമാണ്. മോദി സർക്കാർ അതിൻ്റെ മൂല്യങ്ങൾ മറക്കരുത്. ഇസ്രയേലുമായുള്ള സൈനിക, സാമ്പത്തിക, സാങ്കേതിക ബന്ധം ഇന്ത്യയുടെ നയപരമായ സ്വാതന്ത്ര്യം അപകടത്തിലാക്കും. പരമ്പരാഗതമായ വിദേശ നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചു മടങ്ങുകയും ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും പുനർപരിശോധിക്കുകയും ചെയ്യണം. രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര നിലപാട് വിശാല താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യവുമാണ്. ഇസ്രയേലുമായി വളരുന്ന സൈനിക, സാമ്പത്തിക ബന്ധങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ ശക്തിയുടെ താല്പര്യം മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ വിശാല താല്പര്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതല്ല, സ്വതന്ത്ര വിദേശ നയത്തിന്റെ മൗലിക സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു. നെതന്യാഹുവിനെ ആലിംഗനം ചെയ്യുന്ന സെനറ്റിലെ നിമിഷങ്ങൾ, ആഹ്ലാദത്തോടെ ആസ്വദിക്കുന്ന മോദിയുടെ ചിത്രങ്ങൾ ഫലസ്തീനിലെ വംശഹത്യക്കിരയായ കുഞ്ഞുങ്ങൾക്കും ഇരകൾക്കും അതിജീവിതർക്കും നൽകുന്ന സന്ദേശം എന്താണ്? വീടുകൾ തകർക്കപ്പെട്ട് ഇവരെ നഷ്ടപ്പെട്ട് തണുപ്പിലും മഴയിലും നരകജീവിതം നയിക്കുന്ന ഫലസ്തീനികളോട് അതെന്താണ് പറയുന്നത്? നിങ്ങളുടെ രക്തത്തിൽ ഞാനും പങ്കുപറ്റിയിരിക്കുന്നുവെന്നോ? എങ്കിൽ അത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമോ ആ രാജ്യത്തെ ജനതയോ നൽകുന്ന സന്ദേശമല്ല. അരുത്, ഇസ്രയേൽ വേലിയിൽ കിടക്കുന്ന പാമ്പാണ്.